നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ടെക് ഫോർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 4 സ്റ്റോക്ക് ബ്രഷ് കട്ടറിൻ്റെ ഫുൾ മെയിൻ്റനൻസ് വർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഫുൾ മെയിൻ്റനൻസ് വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളാരും പേടിക്കേണ്ടതില്ല, വലിയ പൈസ ചിലവൊന്നും വരുന്നില്ല. പുതിയതായിട്ട് മെഷീൻ മേടിക്കുന്നവർക്കും അതുപോലെ കണ്ടിന്യൂ വർക്കുള്ളവർക്കും വർക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് മെഷീൻ നിന്ന് പോകുകയും പിന്നീട് വർക്ക് നിർത്തി വെക്കേണ്ടി വരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത് വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് മുൻകൂറായിട്ട് ചെറിയ ചെറിയ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാക്കാം. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വർക്കുകളൊന്നും തടസ്സം കൂടാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ബ്രഷ് കട്ടറിൻ്റെ ഹൗസിങ് അഴിക്കുമ്പോൾ ക്ലച്ച് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അഴിച്ച് വേറെ റീപ്ലേസ് ചെയ്യണം. അത് സ്പീഡ് കുറവുണ്ടെങ്കിൽ നമുക്ക് അത് അറിയാൻ പറ്റും. സ്പീഡ് കുറവുണ്ടെങ്കിൽ അത് ക്ലച്ച് തേഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അത് അഴിച്ച് മാറ്റി വേറെ പുതിയത് ഫിറ്റ് ചെയ്യണം. ക്ലച്ച് മാറ്റി വേറെ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലത്തെ വാഷറും അതിൻ്റെ മുകളിലത്തെ വാഷർ ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ ലെറ്റർ, ക്ലച്ചിൻ്റെ ലെറ്റർ പുറത്തേക്ക് ആവുന്ന വിധത്തിൽ വേണം സെറ്റ് ചെയ്യാൻ. അതുപോലെ ഇതിൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഓവർ ടൈറ്റ് ചെയ്യരുത്. അടുത്തത് ഇതിൻ്റെ കവർ ഊരിയിട്ട് ഇതിൻ്റെ പ്ലഗ് ചെക്ക് ചെയ്ത് നോക്കണം. പ്ലഗുമ്പോൾ നല്ലോണം കരി ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ക്ലിയർ ആക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം. നല്ലോണം കരിയൊക്കെ പിടിച്ച് പ്ലഗിൻ്റെ അവസ്ഥ ഒക്കെ മോശമാണെങ്കിൽ നമുക്ക് പ്ലഗ് മാറ്റി വേറെ ഇടേണ്ടി വരും. അതിനധികം ചിലവ് വരുന്നില്ല, ഒരു 130 രൂപ ചിലവ് വരുന്നുള്ളൂ. പ്ലഗും ടൈറ്റ് ചെയ്യുമ്പോൾ ഓവർ ടൈറ്റ് ചെയ്യരുത്. ഒരു ചെറിയ ലെവലിൽ മീഡിയം ടൈറ്റിൽ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ത്രെഡൊക്കെ പോയി കഴിഞ്ഞാൽ അത് പണി കൂടുതലാവും. അതുപോലെ തന്നെ എയർ ഫിൽറ്റർ മാറ്റേണ്ടി വരികയാണെങ്കിൽ അത് മാറ്റണം. അധികം കാർബണൊന്നും പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്തിടാം. പിന്നെ അടുത്തത് ഓയിൽ ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ ഒരു 10-12 മണിക്കൂറൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ മാറ്റണം. ഓയിലിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ മെഷീൻ തറയിൽ വയ്ക്കുമ്പോൾ, ലെവലാക്കി വയ്ക്കുമ്പോൾ അതിൽ വന്ന് നിൽക്കണം. അടുത്തത് ഗ്രീസിങ് ആണ്. ഗ്രീസിങ് ബ്ലേഡ് ഇടുന്ന വശം കറക്റ്റായിട്ട് തന്നെ ഗ്രീസിങ് ചെയ്യണം. ഒരു കാരണവശാലും ഡ്രൈ ആവാൻ നിൽക്കരുത്. ഇതിലിപ്പോൾ നേരത്തെ ഗ്രീസ് ചെയ്തിട്ടുണ്ട്, ഇത് ഫില്ലായിട്ട് നിൽക്കണം. അത് സാധാരണ ഇതിൽ ഈ ഒരു സിറിഞ്ച് മുഴുവനും വേണ്ടി വരും. അടുത്ത് നമുക്ക് കട്ടിംഗ് ബ്ലേഡ് സെറ്റ് ചെയ്യാം. ട്രിമ്മർ ഹെഡ്, അലുമിനിയം ഹെഡ് നമുക്ക് ഇതുമ്മ സെറ്റ് ചെയ്യാം.
പ്ലേറ്റ് വാഷ് ഇടുന്നതിന് മുമ്പ് അങ്ങോട്ട് ഇടും തെറ്റാത്ത രീതിയിൽ നല്ല ലെവലിൽ വെച്ചിടണം. പ്ലേറ്റ് വാഷ് ഇട്ടിട്ട് ബോൾ നെറ്റിടാൻ. ഇതും ടൈറ്റ് ചെയ്യുമ്പോൾ ഓവർ ടൈറ്റ് ചെയ്ത് ഒരു മീഡിയം ലെവലിൽ ടൈറ്റ് ചെയ്ത് നിർത്തുക. ഇതിനടുത്ത് നമുക്ക് റോപ്പ് സെറ്റ് ചെയ്യാം. ഇത് 3.5 mm സ്ക്വയർ ടൈപ്പ് റോപ്പാണ്, കട്ടിയുള്ള ടൈപ്പാണ് റോപ്പാണ്. ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടണം കൈമിൽ, അല്ലെങ്കിൽ കൈ മുറിയാൻ ചാൻസ് കൂടുതലായിരിക്കും. ഇത് 1 മീറ്റർ ഓളം വരും, 1.25 മീറ്ററോളം മതിയാവും. ഇത് കൂടുതലിടണ്ട. ചെറിയ റോപ്പാണെങ്കിൽ നമുക്കൊരു 4 മീറ്ററോളം ഇടേണ്ടി വരും. ഇത് 1 അല്ലെങ്കിൽ 1.25 മീറ്ററോളം ഇടാം. രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു വശം 3 ഇഞ്ച് വലിപ്പം നീട്ടി വേണിടാൻ. ഇത് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വണ്ണം കൂടിയുള്ള കാരണം പ്ലെയറൊക്കെ വെച്ച് വലിക്കേണ്ടി വരും ഇത്. പക്ഷേ ഇത് ഇടുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ പുല്ല് പെട്ടെന്ന് പണി കഴിയും, പെട്ടെന്ന് പുല്ല് കട്ടായി പെട്ടെന്ന് പണി തീരും. ഈ റോപ്പ് ടൈറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നല്ല അമർത്തി നല്ല ടൈറ്റിൽ ചുറ്റി 2 വശത്തേക്കും റോപ്പ് ഇടണം. അധികം നീളം കൂട്ടിയിടരുത്. നീളം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ പണിയായിരിക്കും. ഈ റണ്ണിങ്ങിൽ സ്പീഡ് ഇത്തിരി പ്രശ്നം വരും. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ ഒരു 3 ഇഞ്ച് നീളത്തിലൊക്കെ കട്ട് ചെയ്ത് പുറത്തേക്ക് ഇടാം. ഇങ്ങനെ നല്ല രീതിയിലൊക്കെ മെയിൻ്റനൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി തടസ്സപ്പെടുത്താണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.